ഇന്ന് ഏട്ടൻ ഓഫ് ആയതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഡിമാർട്ടിലോട്ട് പോവാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുട്ടി പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ ഇന്ന് സൺഡേ ആണെന്ന് ഓർത്തില്ല കേട്ടോ. സൺഡേ കൂടുതൽ നമ്മൾ ഡിമാർട്ടിലോട്ട് വരാറില്ല, നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെ ഡിമാർട്ടിൻ്റെ ഫ്രണ്ടിലാണ് സൺഡേ മാർക്കറ്റ്, അപ്പോൾ റോഡ് ഫുള്ള് നല്ല തിരക്കായിരിക്കും. ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മൾ ഡിമാർട്ടിലോട്ട് തന്നെ പോകുന്നുണ്ട്. 2.5 കിലോമീറ്ററൊക്കെ ഉള്ളു കേട്ടോ. ഡിമാർട്ട് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പോകുന്ന ഈ ഫാൻസി സെക്ഷനിലോട്ടാണ്. ഒന്നും മേടിക്കാനില്ലെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പം ശിവക്കുട്ടി അത് ശീലിച്ചിട്ടുണ്ട്. ഞാൻ ശിവക്കുട്ടിയെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്കൊരു ബേബി ഗേളിനെ തന്നെ കിട്ടണമെന്ന്. കാരണം എനിക്കിങ്ങനെ ഒരുക്കിക്കൊണ്ട് നടക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ആഗ്രഹം പോലെ തന്നെ ഒരു ബേബി ഗേളിനെ തന്നെ കിട്ടിയ എന്നെ പോലെയാണ് കേട്ടോ അവളും. ഇതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ നേരെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ശിവക്കുട്ടിക്ക് കുറച്ച് ടീഷർട്ട് എടുക്കണമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസിലോട്ട് പോയി കേട്ടോ. പക്ഷെ ഒന്നും മേടിച്ചില്ല. ശിവക്കുട്ടിക്ക് എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ജൂൺ പകുതിയൊക്കെ ആവും ഇവിടെ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ശിവക്കുട്ടിയുടെ ഫേവറേറ്റ് എലിസ തന്നെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എലിസാനയുടെ ബോക്സും ബുക്കൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്തിട്ട് ഡിമാൻഡിൻ്റെ പുറത്തോട്ട് ഇറങ്ങാണ്. അപ്പോഴത്തേക്ക് ഡിമാൻഡിൽ നല്ല തിരക്കായി കേട്ടോ. സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായി. അങ്ങനെ നേരെ പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഫുള്ള് ശിവക്കുട്ടി എലിസാനയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എലിസാനയുടെ ബാഗ് കണ്ടു, ബോക്സ് കണ്ടു, ബോട്ടിൽ കണ്ടു, അങ്ങനെ എല്ലാം എലിസാനയുടെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ശിവക്കുട്ടിക്ക് ഫുള്ള് പിങ്ക് സാധനങ്ങൾ മതിയെന്നാണ് പറഞ്ഞത്. ഇപ്രാവശ്യം ഫുള്ള് എലിസ തന്നെയായി. സ്കൂൾ തുറക്കാനാകുമ്പോഴത്തേക്ക് അത് തന്നെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട്.